ഹായ് കൂട്ടുകാരെ, ഇന്ന് സൺഡേ ആയിട്ട് എല്ലാവർക്കും എന്തൊക്കെയാണ് പരിപാടി? എനിക്ക് ഇന്ന് വീട്ടിൽ നിന്ന് എൻ്റെ ജോലികളാണ്. ഇന്ന് ഞാൻ ചീനിക്കമ്പ് നട്ടു. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഞാൻ പറമ്പിലൂടെ ഇങ്ങനെ പോയപ്പോൾ 2 കമ്പ് കണ്ടു. പിഴുത് നോക്കിയപ്പോൾ ചീനിയും കിട്ടി. ആ കമ്പ് ഉടനെ തന്നെ കട്ട് ചെയ്ത് നട്ടു. അങ്ങനെ നട്ടതാണ് ഇത്. ഇപ്പോൾ മഴയല്ലാത്തത് കൊണ്ട് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ ഞാൻ വെള്ളവും കൊണ്ടുവന്ന് വെച്ച് വെള്ളവും ഒഴിച്ചു കൊടുത്തു. ആ 2 കമ്പ് കിട്ടിയത് ഞാൻ കട്ട് ചെയ്ത് ഉടനെ തന്നെ നട്ടു. വൈകിട്ടാണ് വെള്ളം ഒഴിച്ചത്. കണ്ട, നമ്മൾ ഇപ്പോൾ ഇതൊക്കെ നടണ്ടുന്ന സമയമായി വരുന്നു. നല്ലൊരു മഴ കഴിയുമ്പോഴാണ്. ഇത് ചേമ്പാണ്. ചേമ്പ് ഞാൻ അങ്ങനെ ഭയങ്കര പാടല്ലേ ഇപ്പം മഴ പെയ്ത് കിടക്കാത്തത് കൊണ്ട്. അതുകൊണ്ട് എന്നാലും ഞാനൊന്ന് പിടിച്ച് നോക്കി. അങ്ങനെ 2-3 എണ്ണം പിഴുത് എടുത്തു. അതിനകത്തുനിന്ന് കുറച്ച് ചേമ്പൊക്കെ കിട്ടി. അത് ഞാൻ കൊണ്ടുവന്ന് അകത്ത് വെച്ചു. ഇത് കുറച്ചൊക്കെ പിടിച്ച്, ഇത് നമ്മൾ നടുന്നതല്ല, അവിടെ തന്നെ കിടന്ന് അടുത്ത വർഷവും കിടന്ന് പിടിക്കും. അങ്ങനെയാണ്, നടാറില്ല. ആളിനെ കിട്ടാത്തത് കൊണ്ടാണ് നടാത്തത്. ഇതൊക്കെ പണ്ടത്തെ പോലെ കിടന്ന് കിളച്ച് നടാനൊക്കെ നമുക്ക് ഇപ്പോൾ ലേഡീസിന് ബുദ്ധിമുട്ടാണ്. നമ്മുടെ തോളിനൊക്കെ വേദന എടുക്കും. അതുകൊണ്ട് അതാണ്ട് ഇത്രയും ചേമ്പ് കിട്ടി. ഞാൻ കട്ട് ചെയ്തെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. ഇനി നാളെയൊക്കെ ഇത് കറി വയ്ക്കാം. ചേമ്പ് പുഴുങ്ങി കഴിക്കുന്ന നല്ല ടേസ്റ്റാണ്. കാന്താരി മുളക് ചമ്മന്തി കൂട്ടി, അല്ലെങ്കിൽ മീൻ കറിയോ ചിക്കൻ കറിയോ കൂട്ടി വേണമെങ്കിലും കഴിക്കാം. കിടിലോ ആണ്. നല്ല വിലയുള്ള സാധനമാണ് ചേമ്പ്. അങ്ങനെ ഇത്രയും ഞാൻ കട്ട് ചെയ്ത് പൊടിച്ച് കൊണ്ടുവന്ന് വെച്ചു. എന്നിട്ട് ഇന്നലെ വൈകുന്നേരത്ത് കരിയില ഒരുപാട് കിടന്നു. അതൊക്കെ തീയിട്ട് അതെല്ലാം ഇന്ന് തണുത്ത് കിടന്നു. ഇനി ഈ ചാരപ്പൊടി കൊണ്ട് നമുക്ക് പല ഉപയോഗമുണ്ട്. ഞാൻ ഇന്ന് നട്ടതല്ല, നേരത്തെ നട്ട ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പ് നട്ട ചീനി കമ്പാണ് ഇത്. ഇതിൻ്റെ ചുവട്ടിലെല്ലാം നമ്മൾ ഒരു ചിരട്ട നിറച്ച് വീതം ഇതിൻ്റെ ചുറ്റുവട്ടത്തിട്ട് കൊടുക്കണം. ഇത് 2 ആഴ്ചയ്ക്ക് മുമ്പ് നട്ട ചീനിക്കമ്പാണ്. അതിന് നമ്മൾ വളമിടണം. ചാമ്പലാണ് ഏറ്റവും നല്ലത്. അത് വളരുന്നതിന് ഏറ്റവും നല്ല ഒരു വളമാണ് ചാരം. അത് ആ കിടന്ന ചാരം ഞാൻ ഓരോ ചിരട്ട വീതം, ഫുൾ ചിരട്ട വീതം കൊണ്ടുവന്ന് ഇതിൻ്റെ ചുറ്റും ഇടണം. അതിൻ്റെ തൊട്ട് ചുവട്ടിലോട്ടല്ല, ഇച്ചിരി മാറ്റിയിട്ട് കൊടുക്കണം. അങ്ങനെ ഞാൻ എല്ലാം ഇട്ടു. ഇന്ന് സൺഡേ ആയിട്ട് എൻ്റെ ജോലികളാണ്. അങ്ങനെ കുറേ എണ്ണത്തിൻ്റെ ചുവട്ടിലൊക്കെ ഞാൻ ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതിനെ ചിക്കിയെടുക്കണം. ചിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ വേരിൽ തട്ടരുത്, ഇച്ചിരി മാറി നമ്മൾ മണ്ണ് ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം. അതാണ് ചിക്കുക എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ഇത് അടുത്ത മഴയാകുമ്പോഴേക്കും നല്ല തഴച്ച് വളരും. അങ്ങനെയാണ് കൃഷിക്കാരൊക്കെ ചെയ്യുന്നത്. ഇതെല്ലാം ഞാൻ പണ്ട് വീട്ടിൽ നിന്ന് പഠിച്ചതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ വീഡിയോ? ടാറ്റാ.